പേരാമ്പ്രയിൽ വെച്ച് പോലീസ് ആക്രമിച്ച ഷാഫി പറമ്പിൽ എംപിയുടെ പരിക്ക്. അതിന്റെ പേരിൽ പ്രതിഷേധം ശക്തമായപ്പോൾ കമ്മികൾക്ക് എത്രത്തോളം പ്രതിരോധം തീർക്കേണ്ടി വന്നു എന്നതും അത്രത്തോളം അവർ ഇകഴ്ത്തപ്പെട്ടു എന്നതും കേരളം ഒന്നടങ്കം എങ്ങനെ ഷാഫിക്കൊപ്പം ചേർന്ന് നിന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് കേരള സർക്കാരിന്റെ മിൽമയുടെ ഒരു പ്രചരണ പോസ്റ്റർ ഇറങ്ങുന്നത്. സാധാരണഗതിയിൽ മിൽമയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമെല്ലാം രസകരമായ നിരവധി പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്, ട്രോളായും അല്ലാതെയും ഒക്കെ. ഷാഫിയുടെ പേര് പറയാതെയോ ഷാഫിയുടെ രൂപസാദൃശ്യമോ ഒന്നുമില്ല എങ്കിലും CID മൂസയിലെ തൊരപ്പൻ കൊച്ചിനിയുടെ കഥാപാത്രം മൂക്കിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു നിൽക്കുന്ന ചിത്രമാണ് മിൽമ പേജിൽ നൽകിയിരിക്കുന്നത്. കൈരളിയും പോരാളി ഷാജിയും ഒക്കെ പോസ്റ്റ് കണ്ട് ആഘോഷിക്കുന്നു, അറുമാദിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് കമ്മികളോട് സഹതാപമാണ് തോന്നിയത്. ഷാഫി എത്രത്തോളം CPM ഭയക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിച്ചു. സന്ദേശ സിനിമയിൽ പ്രഭാകരൻ കോട്ടപ്പള്ളിക്കും കൂട്ടർക്കുമൊക്കെ അവരുടെ താത്വികാചാര്യനായ കുമാരപിള്ള സാർ നൽകുന്ന ഒരു സ്റ്റഡി ക്ലാസ് ഉണ്ട്. ഈ സ്റ്റഡി ക്ലാസിന്റെ ഒരു ഭാഗമൊക്കെ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുമുണ്ട്. എതിർ പാർട്ടിയിൽ ചില കൊള്ളാവുന്ന ചെറുപ്പക്കാർ ഉയർന്നു വന്നാൽ അവരെ വല്ല ഗർഭക്കേസിലോ പെണ്ണു കേസിലോ ഒക്കെ കുടുക്കി നാറ്റിക്കണമെന്നാണ് കുമാരപിള്ള സാറിന്റെ താത്വികമായ അവലോകനം. ഇതേ രീതിയാണ് കമ്മികൾ ചെയ്തു കൂട്ടുന്നത്. സമകാലീന കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ ഈ ട്രോളിന്റെ പ്രസക്തി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നെങ്കിൽ പെണ്ണ് കേസ്, അല്ലെങ്കിൽ ഗർഭക്കേസ്, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക. കുമാരപിള്ള സാർ എല്ലാ കാലത്തും ഉള്ള ഒന്നാണ്. കുമാരപിള്ള സാറിന്റെ താത്വിക അവലോകനം കേട്ട് അതാണ് യഥാർത്ഥമെന്ന് വിചാരിക്കുന്ന കമ്മികളും ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. സമകാലീന കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ ഈ ട്രോളിന്റെ പ്രസക്തിയൊക്കെ നമുക്ക് മനസ്സിലാകും. എന്തായാലും ഗ്രൂപ്പിസവും പരസ്പരമുള്ള പാരവെപ്പും ഒക്കെ കോൺഗ്രസിൽ പ്രസിദ്ധമാണ്. കോൺഗ്രസ് പാർട്ടി അങ്ങനെ തന്നെയുമാണ്. പക്ഷേ കേരളത്തിൽ വലിയ തോതിൽ കോൺഗ്രസിനൊക്കെ വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെടുന്ന കാലത്താണ് ഒരു 2010 അതിനൊക്കെ ശേഷം ഒരു സംഘം യുവാക്കൾ ആ പാർട്ടിയിൽ ഉദയം ചെയ്യുന്നത്. ചാനലുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇലക്ഷൻ പ്രചരണം മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ മുഖമായി ഇവർ മാറുന്നുണ്ട്. നന്നായി സംസാരിക്കും, കൃത്യമായി വിവരമുണ്ട്, ഓരോ വിഷയങ്ങളിലും അവർ അഭിപ്രായങ്ങൾ വ്യക്തമായി പറയും, ആരെയും പേടിക്കില്ല. വിദ്യാഭ്യാസമുള്ള ആ ചെറുപ്പക്കാർ കോൺഗ്രസിൽ സത്യത്തിൽ നവതരംഗം സൃഷ്ടിച്ചു. ജനകീയ ഇടപെടലുകൾ കൊണ്ട് സമൂഹത്തിൽ നിറഞ്ഞു നിന്ന ഒരു പറ്റം ചെറുപ്പക്കാർ. അങ്ങനെ ഇലക്ഷൻ പൊളിറ്റിക്സിൽ സാധാരണ സംഭവിക്കാറുള്ളത് കോൺഗ്രസിന്റെ തലതൊട്ടപ്പന്മാരും താപ്പാനകളും ഒക്കെ ഇലക്ഷനിൽ മത്സരിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്താറും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ഇലക്ഷൻ പൊളിറ്റിക്സിൽ മാറ്റി നിർത്താൻ കോൺഗ്രസിന് സാധിച്ചില്ല ഇവരെ. അങ്ങനെ വന്ന ചെറുപ്പക്കാരാണ് VT ബൽറാം, മാത്യു കുഴൽനാടൻ, PC വിശ്വനാഥ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവരുടെയൊക്കെ മുകളിൽ ഷാഫി പറമ്പിലും. ഇവരാരും തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാരമ്പര്യം പരിചയാക്കി കടന്നു വന്ന നെപ്പോക്കിഡ്സ് ഒന്നും ആയിരുന്നില്ല. അവരൊക്കെ പാർട്ടിയിൽ പ്രവർത്തിച്ച് വളർന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ സീനിയർ നേതാക്കളെക്കാൾ CPM സൈബർ വിങ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്. സത്യത്തിൽ ആ നവതരംഗത്തിന്റെ അമരക്കാരനാണ് ഷാഫി പറമ്പിൽ എംപി. സൈബർ ആക്രമണങ്ങൾ മാത്രമല്ല, കായിക ആക്രമണങ്ങളും ഈ സാധാരണക്കാരനൊപ്പം നിൽക്കുന്ന ജനകീയനായ കോൺഗ്രസിന്റെ മുഖമായ പാർട്ടിക്കൊക്കെ അപ്പുറമായി വളർന്ന ഈ 42കാരനായ ഷാഫിക്ക് നേരെ പലതവണ ഉണ്ടാവുന്നുണ്ട്. പോലീസ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റ അദ്ദേഹം ആശുപത്രിയിലായി. പേരാമ്പ്രയിൽ വെച്ചുണ്ടായ ആ സംഘർഷത്തിൽ പോലീസ് ആഞ്ഞ ലാത്തികൊണ്ട് ഷാഫിയുടെ തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. വളരെ ബോധപൂർവം പോലീസ് ഷാഫിയെ ലക്ഷ്യമിട്ടതാണെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരുപാട് തലകൾക്ക് മുകളിലൂടെ വളരെ കൃത്യമായി ലാത്തി ഷാഫിയുടെ തല ലക്ഷ്യമിട്ട് പോകുന്നുണ്ട്. ഒരു ലാത്തി ചാർജിനിടയിൽപ്പെട്ട് അബദ്ധത്തിൽ എംപിക്ക് അടി കിട്ടിയതല്ല. സാധാരണ ഇത്തരം സംഘർഷങ്ങളിൽ MP-മാരും MLA-മാരും ഒക്കെ ഉണ്ടെങ്കിൽ പോലീസുകാർ അങ്ങനെ കയ്യേറ്റം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പിണറായിയുടെ പോലീസ് ഷാഫിക്ക് 2 കിട്ടണം എന്ന ഓർഡറിന്റെ ഭാഗമായുള്ള ആസൂത്രിതമായ ലാത്തിച്ചാർജാണ് ഇതെന്ന ആക്ഷേപം ശക്തമാണ്. എന്നാലും അദ്ദേഹത്തിന് മൂക്കുപൊട്ടി ചോരയൊലിക്കുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. CPM പ്രവർത്തകർ പ്രചരിപ്പിച്ചത് എന്താണ്? ഷാഫി പറമ്പിൽ ചുവന്ന മഷി പുരട്ടി നടത്തിയ നാടകമാണത്. ആശുപത്രിയിലേക്കല്ല, ഫോറൻസിക് ലാബിലേക്കാണ് കൊണ്ടുപോവേണ്ടത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് സർജറി നടത്തിയിട്ടില്ല, മീശ വടിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ നിരവധി ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉയർത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഇടത് നന്മ ഹാൻഡിലുകളൊക്കെ ഷാഫിക്ക് അടി കിട്ടിയപ്പോൾ സന്തോഷിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. ഷാഫിക്ക് പക്ഷെ ഇതൊന്നും പുത്തരിയല്ല. അതിപ്പോ മിൽമ അധിക്ഷേപിച്ചാലും ഷാഫിക്ക് വിഷയമേയില്ല. കാരണം കാഫി സ്ക്രീൻഷോട്ട് അടക്കമുള്ള വർഗീയ പ്രചാരണങ്ങളെ അതിജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. CPM ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന വ്യക്തിത്വവും ഷാഫി തന്നെയാണ്. കൃത്യമായ നിലപാടുകളിലൂടെ ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VIP കാൻഡിഡേറ്റ് ആയിരുന്ന ശൈലജ ടീച്ചർ
വലിയ മാർജിനിലൊക്കെ ജയിക്കുന്നു. പിന്നീട് MP സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഷാഫി പറമ്പലിനെ കൊണ്ടു നിർത്തിയപ്പോൾ തോറ്റു പോകുമെന്ന് ഷാഫി പറമ്പലിനെ കുറിച്ച് പറഞ്ഞ ആളുകളിലേക്ക് വായടപ്പിച്ചുകൊണ്ട് VIP കാൻഡിഡേറ്റ് ആയ ശൈലജ ടീച്ചർക്കെതിരെ 1.25 ലക്ഷത്തോളമുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയപ്പോൾ സത്യത്തിൽ അന്ന് കിളി പോയതാണ് കേരളത്തിലെ കമ്മികൾക്ക്. അതുകൊണ്ട് തന്നെ അവർ ഷാഫിയെ ഇനിയും ആക്രമിക്കും. അവർ മിൽമയുടെ പരസ്യങ്ങളിൽ ഇതൊക്കെ ട്രോൾ മെറ്റീരിയലുകളായി ഉപയോഗിക്കും. അത് കണ്ട് സൈബർ സഖാക്കൾ കൈയടിക്കും, ചിരിക്കും, അയ്യേ ഞങ്ങൾ ഷാഫിയെ തോൽപ്പിച്ചേ എന്ന് പറയും. പക്ഷേ ഷാഫിക്ക് ഇത് പുത്തരിയല്ല. ഇതും ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് യഥാർത്ഥത്തിൽ ഷാഫി എന്നതാണ് യാഥാർത്ഥ്യം.